നമസ്കാരം, എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനൊരു ഫിഷിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. മസാല ഫിഷ് ഫ്രൈ. നമ്മൾ നോർമലായിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം മീനിന് വേണ്ട മാരിനേഷൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യാം. ആദ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതിനോടൊപ്പം തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ വെള്ളം കുറവാണ്, നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. നമുക്ക് മീനിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ തവയിൽ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു സൈഡിൽ പുരട്ടിയതിന് ശേഷം അടുത്ത സൈഡും അതുപോലെ പുരട്ടി കൊടുക്കാം. നമുക്കിതൊരു സൈഡിലോട്ട് വെച്ചിട്ട് അടുത്ത പീസ് കൂടെ ഇതുപോലെ പുരട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ മാരിനേഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചേക്കാം. പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ, ഫ്രിഡ്ജിലാണെങ്കിൽ 1-2 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി മീനിന് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ പൊള്ളിച്ചാണല്ലോ ഇതെടുക്കുന്നത്, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ തവ വെച്ചിട്ട് അതിലൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും നല്ലോണം നമ്മൾ സോട്ട് ചെയ്തെടുക്കണം. ഏതാണ്ട് ഒരു 5 മിനിറ്റോളം നമ്മളിത് സോട്ട് ചെയ്യണം. ഞാനിപ്പോൾ മുഴുവനായിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുവാണ്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് സോട്ട് ചെയ്യണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇട്ടാലും മതി. ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു പച്ചമുളക്, അധികം എരിവില്ലാത്ത ഒരു പച്ചമുളക് കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. അതിനോടൊപ്പം വളരെ ചെറിയ പീസ് പുളി കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ 1 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും ചേർത്ത് ഇനി നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തു. ഇനി ഫ്ലെയിം വളരെ മിനിമത്തിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും
ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയുടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് നല്ല തണുത്തതിന് ശേഷം ഇതിനെ നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. തീരെ അങ്ങ് പേസ്റ്റ് ആവാൻ പാടില്ല, ഒരു ചെറിയൊരു തരി അതിലുണ്ടാവണം. അങ്ങനെ നമുക്കിത് അരച്ചെടുക്കാം. ഫിഷിൻ്റെ മാരിനേഷനൊക്കെ സെറ്റാവാൻ വെച്ചിട്ട് ഏതാണ്ട് 1 മണിക്കൂറായിട്ടുണ്ട്. അരയ്ക്കാനായിട്ട് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരുന്നതെല്ലാം തന്നെ ഞാൻ കല്ലിൽ വെച്ച് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. കല്ലിൽ അരയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അത് കാരണമാണ് ഞാൻ കല്ലിൽ അരച്ചെടുത്തത്. ഇനി ഒരു തവ വയ്ക്കുക. ഇതുപോലൊരു തവ വെച്ചിട്ട് തവ ചൂടാവട്ടെ. തവ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യണത് കൊണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണ്ടി വരും. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതാണ്ട് ഞാനിതൊരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 2 മീനിന് കണക്കാക്കിയിട്ടാണ് ഇത് അരച്ച് വെച്ചത്. അപ്പം നമുക്കിത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഒരുപോലെ പുരട്ടിയെടുക്കാൻ പറ്റും. അതിലൊരു 1/4 ഭാഗം നമുക്കിതിലേക്ക് നമ്മൾ 1/4 ഭാഗം ഇതുപോലെ എണ്ണയിലേക്കിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയതിന് ശേഷം പുരട്ടി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബാക്കി 1/4 ഭാഗം നമ്മൾ ഈ മീനിൻ്റെ പുരട്ടിങ്ങനെ പുറത്തേക്ക് വെച്ചിങ്ങനെ പുരട്ടി യോജിപ്പിക്കാം. ഇനി ആ ഭാഗം നല്ലോണം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് ഈ ഭാഗവും നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. മസാലകളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. വളരെ സ്ലോ ഫയറിലിട്ട് ഫിഷ് കുക്കാവുകയും വേണം, മസാല ഒന്നും കരിഞ്ഞു പോകാനും പാടില്ല. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ആ ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് തിരിച്ചിട്ടതിന് ശേഷം ഈ ആദ്യം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത ഗ്രേവി ഉണ്ടല്ലോ, അതിപ്പം ഇങ്ങനെ നല്ല ഫ്രൈ ആയി കിടക്കുകയാണ്. അത് ഈ മുകളിലേക്ക് നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഈ ഗ്രേവിയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മളതിങ്ങനെ നല്ല ഭംഗിക്ക് തേച്ച് പിടിപ്പിക്കും. 2 സൈഡും നല്ലോണം കുക്കായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി രണ്ടാമത്തെ പീസും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ അതിനും നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. കാരണം ഈ പ്രിപ്പറേഷൻ എണ്ണ ഇച്ചിരി കൂടുതൽ ആവശ്യമാണ്.
ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡ് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പോലെ നമുക്ക് ഓൾറെഡി കുക്കായ ഗ്രേവി ഈ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൈ പ്രിപ്പറേഷനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമുക്കിപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഡിന്നറിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഞാനിന്ന് തയ്യാറാക്കിയ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.